ഹായ്, ഇത് ഗോൾഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത്. ഇതാ കൈ വെച്ചതിനെക്കാട്ടിൽ എത്രയോ വലുപ്പത്തിലുണ്ടായിട്ടുണ്ട്. നല്ലൊരു കളറുണ്ട്. ഗോൾഡ് ആപ്പിളിൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു യെല്ലോ അങ്ങനെ ഒരു കളറാണ് ഇതിനുള്ളത്. നടുവിലേക്ക് നല്ല യെല്ലോ കളറുണ്ട്. നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിറയെ ഫ്ലവറും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൂക്കളുണ്ടായി. ഇപ്പം തന്നെ ഇതാ കണ്ടോ, ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞതാണ്. ഇത് ആദ്യം ഉണ്ടായതൊക്കെ കുറച്ചധികം ഉയരാണ്ട് ചെറുതായിട്ടുണ്ടായി. ഇതാ പിന്നെ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ്ടോ, ഫസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ചെറുതാണ് ഉണ്ടായത്. പിന്നെ വലുതായി വന്നതാ. ഇനി ഇതൊരു മുട്ട് അങ്ങനെ ഉണ്ടാവും. മുട്ട് ഇതുപോലൊരു പച്ച കളറിലാണ് മുട്ട് വരുന്നത്. വെച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്കുണ്ടായത് മുട്ട് ഫസ്റ്റ് ഉണ്ടായത്. പിന്നെ ആദ്യം ഉണ്ടായപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഉണ്ടായത്, ഉയരില്ലാതെ. അങ്ങനെ ഇതുപോലെ ഇതാണ് ഫസ്റ്റ് ഉണ്ടായത്, ഉയരില്ലാതെ. പിന്നെ അതാ വലുതായിട്ട് ഇങ്ങനെ വന്നു. കണ്ടില്ലേ, ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഉണ്ടാവുന്നുണ്ട് കുറച്ചൊക്കെ. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ, മുട്ടൊക്കെ കാണാൻ. ഒരു ഗോൾഡിൻ്റെ ഒരു കളറായതുകൊണ്ട് ഒരു ഗോൾഡ് ആപ്പിൾ ഇട്ടുണ്ടാവുക ഉണ്ടാവും. ഇത് ഇപ്പോൾ നല്ല വലിയ ഫ്ലവർ കിട്ടിയത് ഇതാണ്. ഇത് തനിയെ വിരിഞ്ഞതാണിത്. നമ്മുടെ ഈ ഒരു കൈ കണ്ടില്ല, വെച്ചതിനെക്കാട്ടിലും വലിപ്പത്തിലുണ്ടായിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവർ കിട്ടി. ഇത് ഇന്നലെ നോക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തനിയെ നന്നായി വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് തനിയെ വിരിയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മുട്ട് വിരിയിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ദിവസം നിൽക്കും. വിരിയിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഗോൾഡ് കളർ കൂടും. നല്ല സീഡ് പോട്ടോട് കൂടിയിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് വെച്ച ടൈമിൽ ഒരുപാട് ഗ്രോത്ത് ഫസ്റ്റ് വേഗം വന്നില്ല. അത് കണ്ട് തന്നെ 30 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഒരു മുട്ട് വന്നത്. ആദ്യം ചെറിയൊരു മുട്ട് വന്നു. പിന്നെ അടുപ്പിച്ച് മുട്ടുകൾ വരികയായിരുന്നു. നല്ലൊരു കളറാണ് കേട്ടോ അത്. നല്ലൊരു യെല്ലോ, നല്ല ഒരു ക്രീമും അങ്ങനത്തെ ഒരു യെല്ലോ, അങ്ങനെ കൂടിയൊരു യെല്ലോ ആണ്. ഇതിലിത് കാണുന്നുണ്ടോ അറിയില്ല. നല്ല ഭംഗിയായിട്ടും നല്ല വലുപ്പത്തിലും നല്ല ഇതളായിട്ട് നന്നായി വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സാധാരണ വീട്ടിലത്തെ മണ്ണും കൊടുത്തു. എന്നിട്ട് അങ്ങനെ ടൂറ് വെച്ച് കൊടുത്തത്. വേറെ രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ വേനൽക്കാലം ഒരു നല്ല വെയിലുണ്ട് ഇപ്പോൾ. അത് കാരണം തന്നെ ചിലപ്പോൾ ഇതിൽ ഊപ്പൊക്കെ ചിലപ്പോൾ വരും. ഇങ്ങനെ പച്ച കളർ പായലൊക്കെ വരും. നമ്മളതൊക്കെ എടുത്ത് കളയണം. എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ഇടണം പോട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ മുട്ടും കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പഴയ മുട്ടുണ്ടായതൊക്കെ കളഞ്ഞിട്ട്, അതേപോലെ പഴയ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെയും മുട്ടുകൾ വരും. ഇത് സ്റ്റാൻഡിലേക്ക് വരികയാണ്. അപ്പം ഇനി അവിടെയൊക്കെ മുട്ട് വരും. യെല്ലോ കളറിൽ നല്ല വലിയ ഫ്ലവർ കിട്ടിയതാണ്. ഇപ്പോൾ ഒരു യെല്ലോ കളറിലേക്കായിട്ട് ഏറ്റവും വലിയ ഫ്ലവർ ഇതാണ് കിട്ടിയത്. ഇപ്പോൾ അങ്ങനെ യെല്ലോ പ്യൂണിനെക്കാട്ടിലും അതിനെക്കാട്ടൊക്കെ നല്ലൊരു വലിപ്പമുള്ള ഫ്ലവറാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൂട്ടുകാർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇതുപോലുള്ള പുതിയ ലോട്ടസിൻ്റെ വീഡിയോസൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട്.